എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് വേണ്ടി സബ്സ്ക്രൈബർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും, ഈ കലാകാരൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഒരു കോമാളിത്തരം കാണിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബർ ചെയ്യുന്ന എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ പ്രോത്സാഹനവും ഒക്കെ വേണം. ഈ എളിയവനോട് നിങ്ങൾ കാണിക്കുന്ന ദയയും കരുണയുമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത വാചകമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നേരെ ശക്തി തരുന്നത്, ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നത്. എല്ലാവർക്കും നന്മകളൊക്കെ ഉണ്ടായി എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ നാമവും നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന സംഗതി ആയാലും എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്ത് നമ്മളെ വിജയിപ്പിക്കണമെന്ന് അവിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വലിയ വലിയ ആളുകളൊന്നും അല്ലല്ലോ നമ്മൾ. നമുക്കിപ്പോൾ ഒരാളുടെ മുന്നിൽ നാണത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ആരെയും തെറി പറയുന്നില്ല, രാഷ്ട്രീയം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ നമുക്ക് ഒരുപാട് പേര് എന്നെ സബ്സ്ക്രൈബർ ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ആളെന്ന നിലയ്ക്ക് നമ്മൾ അറിവിൽ ശിശുവാണ്. യൂട്യൂബിനെക്കുറിച്ചോ ചാനലിനെക്കുറിച്ചോ ഒന്നും അറിയാതെ കയറി വന്നയാളാണ്. പിന്നെ ഞാനൊരു ചെറിയൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ എന്താണെന്നോ ചാനൽ എന്താണെന്നോ മോണിറ്റൈസേഷൻ എന്താണെന്നോ 4000 മണിക്കൂർ നമ്മൾ കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ 10 ലക്ഷത്തി മേളിൽ ആൾക്കാർ കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ എവിടെ ഇരുന്നാൽ കാണുന്നതെന്നോ എങ്ങനെ കാണുന്നതെന്നോ ചിലർ കമൻറ്റ് വിടുന്നുണ്ട്. ആ കമൻറ്റിന് ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റേതായ രീതിയിൽ ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കാനൊന്നും നമ്മൾ ആളല്ല. നമ്മൾ ആരോടും മുഖം മുഷിഞ്ഞ് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എല്ലാവരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരോടും നമ്മൾ സ്നേഹമായും ബഹുമാനത്തോടെയും വിനയത്തോടെയും നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഓർക്കും യുവനെ വല്ല ഉപദേശിയാണോ? നമ്മൾ ഉപദേശിയല്ല, നമ്മൾ ഒരറിവ് ശിശു. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഒരു ചാൻ വയറിന് വേണ്ടിയും ഇച്ചിരി വെള്ളം കുടിക്കണം, ഒരു ചാൻ വയറിന് വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എവിടെയാ? വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? ചെറുപ്പം തൊട്ടേ നമ്മൾ ആഹാരം കഴിച്ച് വളർന്നു. അതുകൊണ്ട് തടിയും, ചിലവർക്ക് തടിയില്ല, ചിലവർ ഇങ്ങനെ സ്കെൽറ്റനായിട്ടിരിക്കുന്നു, ചിലവർ സിമ്പിളനായിട്ടിരിക്കുന്നു. ഞാൻ ബിഗ് ബാനായിട്ടിരിക്കുന്നു. എനിക്ക് വണ്ണമുണ്ട് ഒരുപാട്. അതുകൊണ്ട് കളിയാക്കുന്നവരും കളിയാക്കാത്തവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള ആ ചിന്താഗതിക്കാരാകണം. അല്ലാതെ ആരെയും നമ്മൾ പഴിക്കരുത്. നമ്മൾ പഴിക്കുവാനോ നമ്മൾ ആരെയും പഴിക്കാനോ, നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമ്മൾ ഇതാക്കാവുള്ളൂ. അവരോട് അയ്യോ അവരങ്ങനെയാണ്, മറ്റുള്ളൊരു കാറ് മേടിച്ചു, എനിക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ദൈവം, നമ്മൾ കുഞ്ഞു ചില്ലറ പൈസ തൊട്ടുകളൊക്കെ ഇട്ട് നമുക്ക് ചിലപ്പം ദൈവം തരും. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുമായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് സബ്സ്ക്രൈബർ ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ എളിയവനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ എന്ന ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട്.
നമുക്ക് വലിയ കലാകാരനോ കലാപരമായ കഴിവോ ഒന്നുമില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ അങ്ങോട്ട് പറയുന്നു. ആരും ആരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് സന്തോഷമാണ് വലുത്. നമ്മുടെ സന്തോഷം നിലനിൽക്കുക എന്നുള്ള ആ ചിന്താഗതിയാണ് എല്ലാവർക്കും വേണ്ടത്. മനുഷ്യനൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും നമ്മൾ ബന്ധപ്പെടണം. ചിലർ ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം, ചിലർ എപ്പോഴും മൂക്കത്ത് ചുണ്ടിക്കാരായിരിക്കാം, ചിലരും ചിരിച്ച മുഖമായിട്ട് കഴുത്തിറക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുമായിരിക്കാം. അതൊക്കെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ കുറവ് പറയാനോ ഒന്നും നമ്മൾ ആളല്ല. എനിക്കൊന്നും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാനിങ്ങനെ തുറന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബർ ചെയ്ത എല്ലാവരെയും ഞാൻ താഴ്മയായിട്ട് ഇതാകുന്നു. പിന്നെ മുന്നോട്ട് പോകും തോറും നിങ്ങൾ തരുന്ന ഇത് ഇപ്പോൾ സബ്സ്ക്രൈബർ ചെയ്യുന്ന കൊണ്ടല്ലേ നമുക്ക് തുടർന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നെന്ന് ഉള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാൽക്കൽ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ഈ സബ്സ്ക്രൈബർ ചെയ്തതും ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്ത ആൾക്കാരുടെ എല്ലാം കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വാചകം ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ശുഭരാത്രി.